വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സിൽവർ ലൈനും സമരങ്ങളും. സിൽവർ ലൈൻ പദ്ധതിക്കെതിരായ പ്രതിഷേധം തുടരുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. സിൽവർ ലൈനിന് അന്തിമ അനുമതികൾ നേടിയെടുക്കുകയാണ് ലക്ഷ്യം. കേരളത്തിലെ വിവിധ വികസന പദ്ധതികൾക്ക് അനുമതി തേടിയാണ് കൂടിക്കാഴ്ച. KP അഭിലാഷും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, കേന്ദ്രത്തിന്റെ നിലപാട് ഏതായാലും ഈ വിഷയത്തിൽ നിർണായകമാണ്. അവിടെ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കേരളത്തിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് BJPയുടെ കേന്ദ്രമന്ത്രി ലോക്സഭയിൽ മറുപടി പറഞ്ഞ പശ്ചാത്തലവുമുണ്ട്. ഇന്നത്തെ കൂടിക്കാഴ്ചയിലൂടെ പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി, എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ഫലപ്രദമാകുമെന്ന ആത്മവിശ്വാസം ആ കേന്ദ്രങ്ങൾക്കുണ്ടോ? രഞ്ജിത്ത്, പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയം ആണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച പാർലമെന്റിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ 11 മണിക്ക് പാർലമെന്റിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിലെ വികസന പദ്ധതികൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതായത് ഫെഡറൽ സംവിധാനം എന്ന നിലയിൽ കേന്ദ്രത്തിന്റെ കൂടി ഉറപ്പും സഹായവും പല പദ്ധതികൾക്കും ആവശ്യമാണ്. ഈ പദ്ധതികളുടെ സഹായം ഉറപ്പിക്കുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ലക്ഷ്യം. പക്ഷേ നിലവിൽ കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന സിൽവർ ലൈനിന് അന്തിമ അനുമതി തേടുക എന്നതും ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ആണ് പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. പിന്നീട് ഡിസംബർ മാസത്തിൽ പദ്ധതിക്ക് വേഗത കുറവാണ്, എല്ലാ സഹകരണവും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുകയും ചെയ്തിരുന്നു. ഇന്നത്തെ കൂടിക്കാഴ്ചയിലും സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അന്തിമ അനുമതി വേണം എന്ന ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പദ്ധതി വേഗം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ സമരരംഗത്ത് BJPയും അതോടൊപ്പം കോൺഗ്രസും എത്തുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കല്ലിടിലിനെതിരെ വ്യാപക പ്രതിഷേധം ആണ് അരങ്ങേറുന്നത്. അവിടെ ഇന്നലെ പാർലമെന്റിൽ രാജ്യസഭയിൽ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്വാദങ്ങൾ തന്നെ നടന്ന പശ്ചാത്തലമുണ്ടായി. ജോൺ ബ്രിട്ടാസ് MP ആയിരുന്നു വിഷയം സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാർ ഇതിൽ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നും സർക്കാർ തന്നെ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്, എന്നാൽ ഈ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ മറച്ചുവെക്കുകയാണ് എന്ന് ജോൺ ബ്രിട്ടാസ് MP സഭയിൽ പറഞ്ഞ ഒരു പശ്ചാത്തലമുണ്ട്. എന്നാൽ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഈ പദ്ധതിക്ക് അനുമതി നൽകുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് അനുകൂലമായൊരു നിലപാടാണോ കേന്ദ്ര സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്നത് ആ നിലയിലും നിർണായകമായി മാറുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സമരത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന BJPക്ക് വലിയ വിമർശനം നേരിടേണ്ടി വരും. മാത്രവുമല്ല, കോൺഗ്രസ് ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം K മുരളീധരൻ MP ലോക്സഭയിൽ ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് തന്നെ സിൽവർ ലൈന് അനുമതിയുണ്ടോ എന്ന് കേന്ദ്രം വ്യക്തമാക്കണം. കാരണം പദ്ധതി കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുവാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പിണറായി വിജയന് എന്ത് മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നത് എന്നത് തീർച്ചയായും ആ നിലയിൽ കൂടി നിർണായകമായി മാറും. സ്വാഭാവികമായും കേരള സർക്കാരിനും ഒപ്പം കേരളത്തിൽ ഈ സിൽവർ ലൈനെതിരെ സമരം നടത്തുന്ന BJPക്കും ഏറെ നിർണായകമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. KP അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരയിൽ വേണ്ട കേരളം വേണം എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ സംസ്ഥാന സമരജാഥയ്ക്ക് ഇന്ന് സമാപനം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മേധാ പട്കർ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യും. അതേസമയം സിൽവർ ലൈൻ അടയാളക്കല്ലുകളുമായി ക്ലിഫ് ഹൗസിന് മുന്നിൽ ഇന്ന് BJP പ്രതിഷേധം നടത്തും. ഉമേഷ് ബാലകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഉമേഷ്, ഏതായാലും പ്രതിഷേധങ്ങൾക്കൊട്ടും അയവില്ല. ഇന്ന് അത് കൂടുതൽ കടുപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സമരരംഗത്ത് BJPയും കോൺഗ്രസുമുണ്ട്, ഒപ്പം കേരയിൽ വിരുദ്ധ സംരക്ഷണ സമിതിയുമുണ്ട്. എന്താണ് പൊതുവെയുള്ള ഇന്നത്തെ കേരയിൽ സമരവുമായി ബന്ധപ്പെട്ട സാഹചര്യം?
തലസ്ഥാനം ഇതുവരെ വലിയ രീതിയിലുള്ള ഒരു സമരം കേരളവുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നില്ല. പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ മാറും. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണുന്ന ഒരു സാഹചര്യം ഏറ്റവും നിർണായകം തന്നെയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനപ്പെട്ട 2 സമരങ്ങൾ, അതിൽ ഒന്ന് കേരള വിരുദ്ധ ജനകീയ സമിതിയുടെ അവരുടെ സംഗമം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നുള്ളത്. ഇന്ന് വലിയ പ്രതിഷേധ വേദിയായി ഇത് മാറ്റും. മേധാ പട്കർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാക്കൾ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവർ കേരള വിരുദ്ധ ജനകീയ സമിതിയുടെ ഇന്നത്തെ മഹാസംഗമത്തിൽ ഒപ്പമുണ്ടാക്കും. സ്വാഭാവികമായി പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുന്ന സാഹചര്യത്തിൽ ആ പ്രതിഷേധത്തിന്റെ വ്യാപ്തി എത്രത്തോളമെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, ആ ശക്തി തെളിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയ ഒരു പ്രതിഷേധ സംഗമം തന്നെയായിരിക്കും തലസ്ഥാന നഗരി ഇന്ന് കാണാൻ പോകുന്നത്. BJPയും സമരരംഗത്തുണ്ട്. BJP ഇന്ന് ചിറയൻകീഴിൽ നിന്ന് കേരളിന് വേണ്ടി സ്ഥാപിച്ച കല്ലുകൾ അവ പിഴുത് ക്ലിഫ് ഹൗസ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് എത്തും. അത് മാർച്ചായാണ് എത്തുന്നത്. ചിറയൻകീഴിൽ നിന്ന് ഇരുചക്ര വാഹനങ്ങളിൽ റാലിയായി തിരുവനന്തപുരത്തേക്ക് വരും. തിരുവനന്തപുരം ക്ലിഫ് ഹൗസിലേക്ക് എത്തി ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ സ്ഥാപിക്കും എന്നുള്ളതാണ് BJPയുടെ മുദ്രാവാക്യം. സ്വാഭാവികമായി ക്ലിഫ് ഹൗസിന്റെ പരിസരത്ത് വെച്ച് പോലീസ് തടയും. സ്വാഭാവികമായി അതും ഒരു വലിയ പ്രതിഷേധ സാഹചര്യം തലസ്ഥാനത്ത് സൃഷ്ടിക്കും. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. ഈ BJPയുടെ സമരമുണ്ട്, കോൺഗ്രസിന്റെ സമരമുണ്ട്, ഒപ്പം കേരള വിരുദ്ധ സംരക്ഷണ സമിതിയുടെ സമരമുണ്ട്. അങ്ങനെ തലസ്ഥാന ജില്ല നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി തലസ്ഥാനത്ത് ഇല്ലാത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അദ്ദേഹം ഡൽഹിയിലാണ്. അപ്പോൾ ഈ സമരം നേരിടാൻ വലിയ സന്നാഹം ഒരുക്കേണ്ട ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ. അത്തരം ഒരുക്കങ്ങൾ ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് പുതുതായി ഉണ്ടോ? സ്വാഭാവികമായി തിരുവനന്തപുരത്ത് വലിയ സമരങ്ങളെല്ലാം കണ്ടതാണ്. സ്വാഭാവികമായി അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇന്ന് ഒരുക്കും. ഇത്തരത്തിൽ BJPയുടെ സമരം, ഇത്തരത്തിൽ ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ച് അപ്രതീക്ഷിതമായിരുന്നു. ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. കേരള വിരുദ്ധ ജനകീയ സമിതിയുടെ സംസ്ഥാന ജാഥ അത് ഇന്ന് തന്നെ എത്തുമെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അത് കേരള വിരുദ്ധ സംസ്ഥാന ജാഥയുടെ ഭാഗമായി തന്നെ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ രംഗത്തെ കോൺഗ്രസിന്റെയും UDFിലെയും വിവിധ നേതാക്കളും ഈ സമരത്തിന്റെ ഭാഗമായി ഇന്ന് പങ്കെടുക്കുകയും ചെയ്യും. സ്വാഭാവികമായി സെക്രട്ടേറിയറ്റും ക്ലിഫ് ഹൗസുമാണ് പ്രധാന സമരവേദിയാകാൻ പോകുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സുരക്ഷ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. BJPയുടെ സമരം ഇത്തരത്തിൽ ചിറയൻകീഴിൽ നിന്ന് ജാഥയായി ബൈക്ക് റാലിയായിട്ടാണ് വരുന്നത്. സ്വാഭാവികമായ റോഡുകൾ അടക്കം ക്രമീകരണങ്ങൾ ഒരുക്കേണ്ട സാഹചര്യമുണ്ട്. കൂടാതെ ചില പഞ്ചായത്തുകളിലെങ്കിലും, അതായത് തിരുവനന്തപുരത്തെ ചില പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് BJPയുടെ പ്രത്യേക സമരവും, അതായത് കല്ലുകൾ പിഴുതു മാറ്റിക്കൊണ്ടുള്ള സമരവും BJP ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രാദേശികമായ സുരക്ഷയും പോലീസ് ഒരുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചിറയൻകീഴിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഒരു ബൈക്ക് റാലി അത് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിന്റെ പരിസരത്ത് എത്തുന്നതിന് മുമ്പ് പോലീസ് തടയുകയും ചെയ്യും. ഒരുപക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ അക്രമാസക്തമാവുകയാണെങ്കിൽ അത് നേരിടാനുള്ള ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കുകയും ചെയ്യും. അതാണ് തലസ്ഥാന ജില്ലയിൽ ഇന്ന് കേരള വിരുദ്ധ സമരം അത് കാര്യമായി തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. എറണാകുളം ചോറ്റാനിക്കരയിൽ കേരളയിൽ പ്രതിഷേധം തുടരുന്നു. കല്ലിടാനെത്തുന്ന ഉദ്യോഗസ്ഥരെ തടയാൻ ചോറ്റാനിക്കര തെക്കിനിയത്ത് നിരപ്പിൽ നാട്ടുകാർ പന്തൽ കെട്ടി രാപ്പകൽ സമരം നടത്തുകയാണ്. പ്രദേശത്ത് അതിരടയാളക്കല്ല് സ്ഥാപിക്കാൻ കേരള ഉദ്യോഗസ്ഥർ ഇന്ന് വീണ്ടും എത്താനാണ് സാധ്യത. ഒരു കാരണവശാലും അതിരടയാളക്കല്ല് സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാർ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം. കഴിഞ്ഞ 3 ദിവസവും ഉദ്യോഗസ്ഥർ സ്ഥാപിച്ച കല്ല് കോൺഗ്രസ് പ്രവർത്തകർ പിഴുത് കുളത്തിലെറിഞ്ഞിരുന്നു. സിൽവർ ലൈനിനായി ജില്ലയിൽ എവിടെ സർവേ നടത്തിയാലും തടയുമെന്ന് KPCC ഉപാധ്യക്ഷൻ VP സജീന്ദ്രൻ പറഞ്ഞു. ഗവൺമെന്റ് ഇടപെട്ട് ഈ സർവേ കല്ലിടുന്ന നടപടി നിർത്തിവെക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ മുന്നിലുള്ളൂ. ഞങ്ങളാരെയും വെല്ലുവിളിക്കാനില്ല. പക്ഷേ സർക്കാർ ജനങ്ങളെ വെല്ലുവിളിക്കരുത്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതിലും ശക്തമായ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകും. അതിരടയാളക്കല്ല് സ്ഥാപിക്കുന്ന ജോലികൾക്ക് സംരക്ഷണം നൽകുന്നതിനായി വൻ പോലീസ് സന്നാഹം ദിവസങ്ങളായി ചോറ്റാനിക്കരയിലെത്തുന്നുണ്ട്. എന്നാലും സമരത്തിനിടയിൽ വലിയ ഇടപെടൽ നടത്താറില്ല. തൽക്കാലം വലിയ പ്രകോപനങ്ങൾ ഉണ്ടാക്കാതെ സർവേ നടപടികൾ ഏതുവിധേനയും നടത്താനാണ് നിർദ്ദേശം. ന്യൂസ് 18 കൊച്ചി. ബസ് ചാർജ് വർധനവ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. മിനിമം ചാർജ് 8 രൂപയിൽ നിന്ന് 12 രൂപയാക്കണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. പലതവണ ചർച്ച നടന്നിട്ടും തീരുമാനം ആയിരുന്നില്ല. ഇനിയും കാത്തിരിക്കാനാവില്ലെന്നാണ് ബസ് ഉടമകളുടെ നിലപാട്. പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ട്. അശ്വിൻ വല്ലത്ത് കോഴിക്കോട് നിന്നും, KV ബൈജു കാസർഗോഡ് നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കെടുക്കും. ആദ്യം പ്രസാദിലേക്ക്. പ്രസാദ്,
ബസ് സമരം ഏതാണ്ട് പൂർണ്ണമാണോ ആ ജില്ലയിൽ? KSRTC മറ്റെന്തൊക്കെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു? രഞ്ജിത്ത്, പാലക്കാട് ജില്ലയിൽ സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്. 800ഓളം സർവീസുകളാണ് പാലക്കാട് സ്വകാര്യ ബസ്സുകൾ നടത്തുന്നത്. അതെല്ലാം തന്നെ ആ സർവീസുകളെല്ലാം തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. KSRTC അധിക സർവീസുകൾ നടത്തുമെന്ന് പറയിച്ചിട്ടുണ്ടെങ്കിൽ പോലും യാത്രക്കാരുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അത്തരത്തിലുള്ളൊരു ക്രമീകരണം ഏർപ്പെടുത്തുക. അല്പസമയം കഴിഞ്ഞാൽ മാത്രമേ കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തണോ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കൂ എന്നുള്ളതാണ് നേരത്തെ നമ്മൾ ജില്ലാ ഡിപ്പോയിലേക്ക് വിളിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നിന്നും അന്തർ സംസ്ഥാന യാത്ര നടത്തുന്നത്, അതായത് കോയമ്പത്തൂരിലേക്കോ പൊള്ളാച്ചിയിലേക്കോ ഒന്നും പോകുന്നതിന് പ്രശ്നമില്ല. അതോടൊപ്പം തന്നെ എന്നാൽ ജില്ലയ്ക്കകത്ത് സർവീസ് നടത്തുന്നതിന് വലിയ പ്രശ്നമാണ്. കാരണം യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. നമ്മളിപ്പോൾ ഇവിടെ യാത്രക്കാർ നിൽക്കുന്നുണ്ട്. എങ്ങോട്ട് പോകാനാണ്? കൊല്ലം പുതുനഗരം കുറെ നേരമായി ഇവിടെ വന്നിട്ട്? കുറേ നേരമായി. തിരുച്ചിനാപ്പള്ളിയിൽ നിന്ന് ട്രെയിനിൽ വന്നത്. അതാണ് തമിഴ് കേരളത്തിൽ സ്ട്രൈക്കിന് അറിയില്ല ട്രെയിനിൽ വന്നത്. അവിടെ പുതുനഗരം അടിച്ചിറ പോകും. ബസ് KSRTC വരുന്ന പറഞ്ഞു കൊടുവായിருக்கு അങ്ങനെ പോകാവേണ്ട നിൽക്കണത്. അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അറിയണം. ഇപ്പൊ ബസ്സിൽ കയറിയപ്പോ KSRTC കയറിയപ്പോ ഇന്ന് പ്രൈവറ്റ് ബസ്സൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. കുറെ നേരമായി വന്നിട്ട്. ബസ്സുകാരിപ്പോ പറഞ്ഞു KSRTC. അത് കാരണം ഇപ്പൊ നിക്കണത് ഇവിടെ. ഇപ്പം നമ്മളിവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അവർക്ക് പുതുനഗരം, അതായത് പാലക്കാട് നിന്ന് വലിയ ദൂരമില്ല, പക്ഷെ അങ്ങോട്ട് പോലും ബസ്സുകളില്ല. KSRTC അല്പസമയം കഴിഞ്ഞാൽ എത്തുമെന്നുള്ള വിവരമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സമരത്തെക്കുറിച്ച്, സ്വകാര്യ ബസ് സമരത്തെക്കുറിച്ചെല്ലാം അറിയാത്ത ആളുകളും ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അവർക്കും ഈ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വലിയ പ്രശ്നമാണ്. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത്, കൊഴിഞ്ഞാമ്പാറയുള്ള പോലെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ആശ്രയിക്കുന്നത് സ്വകാര്യ ബസ്സുകളെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകേണ്ട ആളുകൾ KSRTC ഇല്ല എങ്കിൽ വലിയ യാത്രാ ദുരിതം തന്നെയായിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക. അതാണ് പാലക്കാട് ജില്ലയിലെ സാഹചര്യം. കാസർഗോഡേക്ക് പോയാൽ KV ബൈജു അവിടെയുണ്ട്. ബൈജു, ആ ജില്ലയെ ഈ ബസ് സമരം ഏത് തരത്തിൽ ബാധിച്ചിട്ടുണ്ട് ഇതിനകം? രഞ്ജിത്തെ, പ്രധാനമായും മലയോര മേഖലകളിലാണ് ബസ് സമരം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ മേഖലകളിൽ KSRTC സർവീസ് വളരെ കുറവാണ്. പ്രധാനമായും സ്വകാര്യ ബസ്സിനെയാണ് ഈ മേഖലയിൽ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതേസമയം കാഞ്ഞങ്ങാട്, കാസർഗോഡ്, അതുപോലെ തന്നെ കാസർഗോഡ്, മംഗലാപുരം ഈ മേഖലകളിൽ ദേശസാൽകൃത പാതയാണ്. അതുകൊണ്ട് തന്നെ KSRTC സർവീസ് മാത്രം സർവീസ് നടത്തുന്ന ഒരു പാതയായതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ വലിയ ഈ ബസ് സമരം വലിയ തോതിൽ ബാധിച്ചിട്ടില്ല. ഇത് മലയോര മേഖലകളിൽ തന്നെയാണ് കൂടുതലായും കാസർഗോഡ് ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം ബസ് സമരം ബാധിച്ചത്. കൂടുതൽ സർവീസുകൾ, KSRTCയുടെ കൂടുതൽ സർവീസുകൾ ഈ മേഖലകളിലേക്ക് ഉണ്ടാകുമെന്നാണ് KSRTC അധികൃതർ വ്യക്തമാക്കിയത്. എന്നാൽ ഈ സമയം വരെ അത്തരത്തിൽ കൂടുതൽ സർവീസുകളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ബസ് സമരം നീക്കി പോവുകയാണെങ്കിൽ അത് കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും. ദേശസാൽകൃത പാതയിൽ എന്തായാലും അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ഈ പാതയിലും KSRTC ബസ് ഓരോ 10 മിനിറ്റ് വീതവും ടൗൺ ടു ടൗൺ സർവീസ് പോലുള്ള നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ ബാധിക്കുന്നില്ല. മലയോര മേഖലകളിൽ കൂടുതൽ KSRTC സർവീസ് വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രഞ്ജിത്ത്, കോഴിക്കോട്ട് നിന്ന് അശ്വിൻ വല്ലത്തും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അശ്വിൻ, കോഴിക്കോട് ജില്ലയിൽ സമരം പൂർണ്ണമാണ് എന്നാണ് മനസ്സിലാകുന്നത്. KSRTC ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ആൾക്കാരുടെ യാത്രാ ദുരിതം തുടരുകയാണോ? രഞ്ജിത്ത്, കോഴിക്കോട് ജില്ല ഏറ്റവും അധികം സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന ജില്ലയാണ്. സ്വകാര്യ ബസ്സുകൾ ഈ പ്രധാന റൂട്ടുകളിലും, കോഴിക്കോട് കണ്ണൂർ റൂട്ടിലും അതേപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്കുള്ള റൂട്ടുകളിലുമെല്ലാം കൂടുതലായും സ്വകാര്യ ബസ്സുകൾ തന്നെയാണ് സർവീസ് നടത്തുന്നത്. അത് മാത്രമല്ല പരീക്ഷാകാലമാണ്. അതുകൊണ്ട് തന്നെ KSRTC അധിക സർവീസുകൾ ഏർപ്പെടുത്തുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഗ്രാമീണ മേഖലകളിലടക്കം ഇത്രയധികം സർവീസുകൾ എങ്ങനെ പകരം വെക്കാനാവും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. പക്ഷേ ഈ മേഖലകളിലെല്ലാം രാവിലെ മുതൽ തന്നെ ഓട്ടോ, ടാക്സി സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. സമാന്തര സർവീസുകൾ, നേരത്തെ ജീപ്പ് സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്ന മേഖലകളാണ്. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ സമാന്തര സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിലാണ്. കോഴിക്കോട്ടെ സ്വകാര്യ ബസ്സുകളുടെ കേന്ദ്രമാണ്. ഇവിടെ നിന്നാണ് സ്വകാര്യ ബസ്സുകൾ പുറപ്പെടാറുള്ളത്. ഒരു സ്വകാര്യ ബസ് പോലും കോഴിക്കോട് ജില്ലയിൽ ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല. പൂർണ്ണമായും ഈ സ്വകാര്യ ബസ് സർവീസുകൾ സ്തംഭിച്ചിരിക്കുന്നു. ഈ മേഖലകളിൽ, ഈ സ്വകാര്യ ബസ്സുകൾ കൂടുതലായി സർവീസ് നടത്തുന്ന മേഖലകളിൽ KSRTC അധിക സർവീസ് നടത്തും എന്നറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് എത്ര സർവീസുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. പണിമുടക്ക് തുടങ്ങിയതേയുള്ളൂ. പക്ഷേ ആളുകൾ കൂടുതലായും
ഈ മൊഫീസൽ സ്റ്റാൻഡിൽ ഈ സമയത്തൊക്കെ തന്നെ ജോലിക്ക് പോവേണ്ടവരും ഒക്കെ തന്നെ എത്തുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ സമയത്തും സ്റ്റാൻഡിൽ ഒരു തിരക്ക് കാണാനില്ല. പലയിടങ്ങളിലും ചെറിയ തരത്തിൽ ഓട്ടോ ടാക്സികൾ ഈ ട്രിപ്പായും ഒക്കെ സർവീസുകൾ നടത്തുന്നുണ്ട്. മാത്രമല്ല പരീക്ഷാകാലമാണ്. അതുകൊണ്ട് അല്പസമയം കൂടി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കായി സ്കൂളിലേക്കൊക്കെ ഇറങ്ങിത്തുടങ്ങുന്ന സമയമാണ്. അപ്പോഴാണ് കുറച്ചുകൂടി ഈ സമരം എങ്ങനെ ആളുകളെ ബാധിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുക. ഇത് മൊഫീസൽ സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് KSRTC ആളുകളെ കോഴിക്കോട്ട് വിവരങ്ങളാണ് പങ്കുവച്ചത്. കോഴിക്കോടടക്കം സംസ്ഥാനത്തിൻ്റെ മിക്ക ജില്ലകളിലും സ്വകാര്യ ബസ് സമരം അത് പൂർണ്ണമാണ്. KSRTC ഇന്ന് മുതൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയേക്കും എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. മറ്റ് ചില വാർത്തകളിലേക്ക് പോകണം. ശ്രീലങ്കൻ അഭയാർത്ഥികൾ എത്തിയേക്കുമെന്ന രഹസ്യവിവരത്തെ തുടർന്ന് കേരള തീരത്ത് അതീവ ജാഗ്രത. വിഴിഞ്ഞത്തേക്ക് ശ്രീലങ്കൻ ബോട്ട് എത്തുന്നുവെന്ന IB മുന്നറിയിപ്പിനെ തുടർന്ന് തീരസംരക്ഷണ സേനകൾ കടലിൽ പരിശോധന നടത്തി. കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും പരിശോധന നടത്തുകയായിരുന്നു. മനുഷ്യക്കടത്തിന് ബോട്ട് വിൽപ്പന നടത്താൻ ഇടനിലക്കാരിയായതിന് കഴിഞ്ഞ ആഴ്ച തമിഴ്നാട് ക്യൂബ്രാഞ്ച് കൊല്ലം സ്വദേശിയെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ലഭിച്ചത്. ശ്രീലങ്കൻ ബോട്ട് വിഴിഞ്ഞം തീരം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്നു എന്നായിരുന്നു ജാഗ്രതാ നിർദ്ദേശം. ഇതിനു പിന്നാലെ കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും കടലിൽ തിരച്ചിൽ നടത്തി. കേരളത്തിൽ നിന്നുള്ള മീൻപിടുത്ത ബോട്ടുകൾക്ക് വിവരം കൈമാറുകയും ചെയ്തു. രാത്രി വൈകിയും സേനാവിഭാഗങ്ങളുടെ തിരച്ചിൽ തുടർന്നു. മറ്റ് തെക്കൻ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തമിഴ്നാട്ടിലെ ശ്രീലങ്കൻ പുനരധിവാസ ക്യാമ്പിൽ നിന്ന് അടുത്തിടെ 60-ലധികം പേരെ കാണാതായിരുന്നു. മനുഷ്യക്കടത്തിലൂടെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയതായി പിന്നീട് കണ്ടെത്തി. നീണ്ടകരയിൽ നിന്നുള്ള ബോട്ടാണ് മനുഷ്യക്കടത്തിന് ഉപയോഗിച്ചത്. ഈ ബോട്ട് തമിഴ്നാട് സ്വദേശിക്ക് വാങ്ങി നൽകിയ കുളത്തൂപ്പുഴ പുനരധിവാസ ക്യാമ്പിലെ സ്ത്രീയെ തമിഴ്നാട്ടിൽ ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശ്രീലങ്കയിൽ നിലവിൽ ആഭ്യന്തര സംഘർഷമാണ്. സാധാരണ ജീവിതം തീർത്തും ദുഷ്കരമായ സാഹചര്യം. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടി പലരും രാജ്യം വിട്ട് മറ്റിടങ്ങളിലേക്ക് കടക്കാനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് ഇന്ന് നിർണായക ദിനം. സ്വന്തം പാർട്ടിയിൽ നിന്നും കൂറുമാറിയവരെ അയോഗ്യരാക്കണമെന്ന ഇമ്രാൻഖാന്റെ ഹർജിയിൽ പാക് സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ഇമ്രാൻഖാൻ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം നാളെയാണ് വോട്ടെടുക്കുക. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിന് തൊട്ടുമുൻപ് കോടതിയിൽ ഒരു പരീക്ഷണം. ഈ പരീക്ഷണം പരാജയപ്പെട്ടാൽ ഇമ്രാൻഖാനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ തെഹ്രീക്ക് ഇൻസാഫിനും അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിന് മുൻപ് തന്നെ രാജിവെക്കാം. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പാക് സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പറയുക. തെഹ്രീക്ക് ഇൻസാഫ് സ്ഥാപക നേതാവ് നജീബ് ഹാരൂൺ അടക്കം 12 പാർലമെന്റ് അംഗങ്ങളാണ് ഇമ്രാൻഖാനെതിരെ രംഗത്തുള്ളത്. അവിശ്വാസ പ്രമേയത്തിൽ ഇമ്രാൻഖാനെതിരെ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ഇവരെ അയോഗ്യരാക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. അവിശ്വാസ പ്രമേയത്തിലും ധനബില്ലിലും പാർട്ടി അധ്യക്ഷന്റെ നിർദ്ദേശം മറികടന്ന് വോട്ട് ചെയ്താൽ ആ അംഗത്തെ അയോഗ്യനാക്കാമെന്ന് പാക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 63A പറയുന്നു. എന്നാൽ അംഗങ്ങളെ ആജീവനാന്തം അയോഗ്യരാക്കണമെന്നാണ് ഇമ്രാൻഖാന്റെ നിലപാട്. 342 അംഗ പാർലമെന്റിൽ 172 അംഗങ്ങളുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഇമ്രാൻഖാന് 176 പേരുടെ പിന്തുണയുണ്ട്. 12 അംഗങ്ങൾ മറുകണ്ഠം ചാടിയാൽ ഇത് 164 കുറയുകയും സർക്കാർ നിലം പതിക്കുകയും ചെയ്യും. ഈ ഭീഷണി മറികടക്കാനാണ് അംഗങ്ങളെ അയോഗ്യരാക്കണമെന്ന ആവശ്യവുമായി തെഹ്രീക്ക് ഇൻസാഫ് രംഗത്തെത്തിയത്. അതേസമയം നിയമവാഴ്ച തകർക്കാനാണ് ഇമ്രാൻഖാൻ ശ്രമിക്കുന്നതെന്നും വോട്ടെടുപ്പ് വരെ കാത്തിരിക്കാതെ സർക്കാർ രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. യുക്രൈനിൽ റഷ്യൻ ആക്രമണം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 1 മാസം. ഫെബ്രുവരി 24-ലാണ് തലസ്ഥാനമായ കീവിലും മരിയുപോളിലും റഷ്യൻ ആക്രമണം തുടങ്ങിയത്. പ്രത്യേക സൈനിക നടപടിയെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ പ്രഖ്യാപനം. ഇതാണ് പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമായി മാറിയത്. ആക്രമണം തുടങ്ങി 2 ദിവസത്തിനകം റഷ്യ കീവ് വളഞ്ഞുവെങ്കിലും തലസ്ഥാന നഗരം പൂർണ്ണമായും കീഴടക്കാനായില്ല. മരിയുപോൾ, ഹാർക്കീവ് ഉൾപ്പെടെയുള്ള മിക്ക യുക്രൈൻ നഗരങ്ങളും റഷ്യൻ ആക്രമണത്തിൽ പൂർണ്ണമായും ഇല്ലാതായി. റഷ്യക്കെതിരെ ലോകരാജ്യങ്ങൾ ഉപരോധം പ്രഖ്യാപിച്ചെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ യുദ്ധം തുടരുമെന്നാണ് നിലപാട്. ലോകരാജ്യങ്ങളുടെ ഉപരോധങ്ങൾ മറികടക്കുന്നതിന് പുതിയ തന്ത്രങ്ങളുമായി റഷ്യ. റഷ്യൻ കറൻസി റൂബിളിൽ പണമടച്ചാൽ മാത്രമേ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ നൽകുമെന്നാണ് വ്ളാദിമിർ പുടിന്റെ പ്രഖ്യാപനം. എണ്ണവില റൂബിളിൽ നൽകേണ്ടി വരുമ്പോൾ റൂബിളിന്റെ ആവശ്യം വർദ്ധിക്കുമെന്നും ഇത് ഡോളറിനെതിരെ റൂബിളിന്റെ മൂല്യം ഉയർത്തുമെന്നുമാണ് റഷ്യൻ കണക്കുകൂട്ടൽ.
യൂറോപ്പിന് ആവശ്യമായ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 40% റഷ്യയിൽ നിന്നെത്തുന്നത്. യുദ്ധം 1 മാസം പിന്നിടുമ്പോൾ റഷ്യക്കെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ആലോചന. ബ്രസൽസിൽ തുടരുന്ന നാറ്റോയുടെയും G7 രാജ്യങ്ങളുടെയും യോഗത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. നാളെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന്റെ അയൽരാജ്യമായ പോളണ്ടിൽ എത്തും. ആന്റണി പെരുമ്പാവൂരിന് പിന്നാലെ കൂടുതൽ തിയേറ്റർ ഉടമകൾ ഫിയോക്കിൽ നിന്നും ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലേക്ക്. സംഘടന പിളരുമെന്ന് ഉറപ്പായതോടെ കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് ഫിയോക് ഭാരവാഹികൾ. ഈ മാസം 31 ചേരുന്ന ജനറൽ ബോഡി യോഗത്തിൽ നിലവിലെ അംഗങ്ങളിൽ പലരും പങ്കെടുത്തേക്കില്ല. കണ്ണൂരിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥി അപകടത്തിൽ നിന്ന് തലനാഴിക്ക് രക്ഷപ്പെടുന്നതിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം കുറുമാത്തൂർ ചോർക്കളയിലാണ് സംഭവം നടന്നത്. സൈക്കിൾ ഓടിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് മറിഞ്ഞു വീണ കുട്ടി അത്ഭുതകരമായാണ് അതുവഴി വന്ന ബസ് ഇടിക്കാതെ രക്ഷപ്പെട്ടത്. സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങളിലാണ് ഈ കാഴ്ച കണ്ടത്. നമ്പർ 18 ഹോട്ടൽ പോക്സോ കേസിൽ അഞ്ജലി റിമാദേവ് അന്വേഷണ സംഘത്തിന് മുൻപിൽ വീണ്ടും ഹാജരായി. കേസിൽ തന്നെ കുടുക്കാൻ ഗൂഢാലോചന നടക്കുകയാണെന്ന് അഞ്ജലി റിമാദേവ് ആരോപിച്ചു. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഒരു MLA-യുടെ ഭാര്യയുൾപ്പെടെ 6 പേർ ഉണ്ടെന്നും അഞ്ജലി പറയുന്നു. ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലാണ് അഞ്ജലി ഹാജരായത്. കേസിൽ അഞ്ജലിക്ക് ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം 3 മണിക്കൂറോളം ക്രൈംബ്രാഞ്ച് അഞ്ജലി റീമാദേവിനെ ചോദ്യം ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഹാജരായിരുന്നില്ല. തുടർന്ന് മുൻകൂർ ജാമ്യം റദ്ദാക്കാൻ പോലീസ് ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കെയാണ് അഞ്ജലി ചോദ്യം ചെയ്യലിനെത്തിയത്. കേസിൽ തന്നെ കുടുക്കിയതാണെന്നും ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഒരു MLA-യുടെ ഭാര്യ ഉൾപ്പെടെ 6 പേരാണെന്നും അഞ്ജലി ആരോപിച്ചു. കള്ളപ്പണ ഇടപാടുകാരുടെ പിന്തുണയോടെയാണ് പരാതിക്കാരി തനിക്കെതിരെ നീങ്ങുന്നത്. അഞ്ജലിയുടെ ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു പറഞ്ഞു. നേരത്തെ കേസിൽ 1-ാം പ്രതി റോയി വയലാട്ടിനെയും 2-ാം പ്രതി ഷൈജു തങ്കച്ചനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. റിമാൻഡിൽ കഴിഞ്ഞ ഇരുവർക്കും പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. ന്യൂസ് 18 ഗുഡ് മോർണിംഗ് തുടരുന്നു. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് ഉപദേശക സമിതിയിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മാറ്റാനുള്ള നീക്കത്തിനെതിരെ സമസ്ത അധ്യക്ഷനെ ഉപദേശക സമിതിയിൽ നിന്ന് നീക്കാനുള്ള ഭരണഘടനാ ഭേദഗതി പിൻവലിക്കണമെന്ന് സമസ്ത നേതൃത്വം ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള CIC-ക്ക് ഇതിനായി 15 ദിവസമാണ് സമസ്ത നൽകിയ സമയം. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് ഉപദേശക സമിതിയിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ മാറ്റാൻ നടത്തിയ ഭരണഘടനാ ഭേദഗതി പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന നിലപാടിലാണ് സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗത്തിന് മേൽക്കൈയുള്ള സമിതിയാണ് CIC. ഇതിൽ സ്ഥിരമംഗമായ സമസ്താധ്യക്ഷനെ മാറ്റി പകരം CIC നിർദ്ദേശിക്കുന്ന 3 മുശാവറ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരുന്നു ഭരണഘടനാ ഭേദഗതി. സുന്നി വിശ്വാസപ്രകാരം പ്രവർത്തിക്കുമെന്ന പരാമർശം മാറ്റി പകരം ഇസ്ലാമിക വിശ്വാസപ്രകാരം പ്രവർത്തിക്കുമെന്ന ഭേദഗതിയും അംഗീകരിക്കാനാവില്ലെന്ന് സമസ്ത നേതൃത്വം CIC-യെ അറിയിച്ചിരുന്നു. ഭേദഗതി പിൻവലിക്കാൻ 15 ദിവസം സമയവും നൽകി. മുസ്ലിം ലീഗിന് വഴങ്ങാത്തതാണ് ജിഫ്രി തങ്ങളെ മാറ്റാനുള്ള നീക്കത്തിന് പിന്നിലെന്ന ആരോപണം ശക്തമാണ്. ഭേദഗതി പിൻവലിച്ചില്ലെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് നീങ്ങാനും സമസ്ത നേതൃത്വം ആലോചിക്കുന്നുണ്ട്. സമസ്തയുടെ സ്വത്തുക്കളാണ് CIC-യുടെ മൂലധനമെന്നും ഭരണഘടനാ ഭേദഗതി തെറ്റാണെന്നുമുള്ള പരാതി ഉയർത്തി CIC-യിലെ 2 അംഗങ്ങൾ ജില്ലാ രജിസ്ട്രാർക്ക് പരാതി നൽകി. വാഫി ബിരുദം നൽകുന്ന 70-ലധികം കോളേജുകൾ CIC-ക്ക് കീഴിലുണ്ട്. എതിർപ്പുയർന്നതോടെ ഭരണഘടനാ ഭേദഗതി പിൻവലിക്കാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. 3 പതിറ്റാണ്ടിന് ശേഷം നാദാപുരം വലിയ പള്ളി സന്ദർശനത്തിന് സ്ത്രീകൾക്ക് അനുമതി ലഭിച്ചതോടെ വൻ തിരക്ക്. പള്ളി കാണാനായി മറ്റു ജില്ലകളിൽ നിന്നും പോലും സ്ത്രീകളെത്തി. ഇതോടെ 1 ദിവസത്തേക്ക് നിശ്ചയിച്ചിരുന്ന അനുമതി 2 ദിവസമാക്കുകയായിരുന്നു. 32 വർഷം മുൻപാണ് ഇതിനു മുൻപ് നാദാപുരം പള്ളിയിൽ സ്ത്രീകൾക്ക് സന്ദർശനത്തിന് അവസരം ലഭിച്ചത്. 3 പതിറ്റാണ്ടിന് ശേഷം പള്ളി കാണാൻ അനുമതി ലഭിച്ചതോടെ അയൽ ജില്ലകളിൽ നിന്നടക്കം സ്ത്രീകൾ നാദാപുരത്തേക്ക് ഒഴുകിയെത്തി. 2 ദിവസങ്ങളിലായി പള്ളിയിലെത്തിയത് 25,000-ഓളം സ്ത്രീകൾ. 1993-ലാണ് കഴിഞ്ഞ തവണ വനിതകൾക്കായി തുറന്നു കൊടുത്തത്. അന്ന് ഞാൻ കണ്ടതിലും എത്രയോ അധികം ആളുകൾ ഇന്ന് കൂടുതൽ വന്നിട്ടുണ്ട്. 30-30 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് ഈ പള്ളി സന്ദർശിക്കാനൊരു അവസരം കൊടുത്തത്. അതിനുശേഷം പുതിയ കുറേ ജനറേഷൻ വന്നു. അവർക്കൊക്കെ ആഗ്രഹമുണ്ട് ഈ വിശുദ്ധമായ ഈ ദൈവഗ്രഹം ഒന്ന് സന്ദർശിക്കണമെന്ന്.
അതുകൊണ്ടാണ് കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതും അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തതും. പാട്ടുകളിലും കഥകളിലും ഏറെ കേട്ടിട്ടുള്ള നാദാപുരം പള്ളി നേരിൽ കണ്ടതോടെ അതിയായ ആനന്ദം. ചരിത്രപ്പള്ളി കാണും ചെയ്യും. ഇത്രയും നാട്ടിലെ ആൾക്കാർ കൂടി ഇങ്ങനെ കാണുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയായ മൗലാന യാക്കൂബ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പണിത പള്ളിക്ക് 120 വർഷത്തോളം പഴക്കമുണ്ട്. കേരളീയ പേർഷ്യൻ വാസ്തുശില്പകലയുടെ സമ്മേളനമാണ് പള്ളി. 1 മീറ്ററിലധികം ചുറ്റളവും 4 മീറ്ററിലധികം ഉയരവുമുള്ള 23 ഗ്രാനൈറ്റ് തൂണുകൾ പള്ളിക്ക് കരുത്തേകുന്നു. 3-ാം നിലയുടെ നിർമ്മാണം പൂർണ്ണമായും മരത്തിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. കാഴ്ച വസന്തം. ഇരുപത്തിയാറാമത് രാജ്യാന്തര ചലച്ചിത്രമേള നാളെ സമാപിക്കും. ഇന്ന് മേളയിൽ ലോക സിനിമാ വിഭാഗത്തിലെ 42 ചിത്രങ്ങൾ ഉൾപ്പെടെ 67 സിനിമകൾ പ്രദർശിപ്പിക്കും. എല്ലാ ചിത്രങ്ങളുടെയും അവസാന പ്രദർശനത്തിനാണ് 15 സ്ക്രീനുകളും ഇന്ന് വേദിയാവുക. യുദ്ധത്തിനിടയിൽ വിമാനം തകർന്ന് മരുഭൂമിയിൽ അകപ്പെട്ട 2 അമേരിക്കൻ സൈനികർ അതിജീവനത്തിനായി ഒരു അഫ്ഗാൻ കുടുംബത്തെ ആശ്രയിക്കുന്നതാണ് ഓപ്പിയം വാറിന്റെ പ്രമേയം. ആദ്യ ചിത്രമായ ഒസാമയിലൂടെ അഫ്ഗാൻ രാഷ്ട്രീയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച സിദ്ദിഖ് ബിർമാക്കിന്റെ 2ാമത്തെ ചിത്രമാണ് ഓപ്പിയം വാർ. യുദ്ധം സമാധാനം കെടുത്തിയ അഫ്ഗാൻ ജനതയുടെ ജീവിത സാഹചര്യങ്ങൾ ചിത്രീകരിക്കുന്ന ഓപ്പിയം വാർ ഇറ്റാലിയൻ ചിത്രമായ ദ മിറക്കിൾ ചൈൽഡ്, വൈറ്റ് സാൻഡ്, കമ്പാർട്ട്മെന്റ് നമ്പർ 6, 3 സ്ട്രേഞ്ചേഴ്സ്, മെമ്മോറിയ, സാങ്ക്ടോറം തുടങ്ങിയ ചിത്രങ്ങളാണ് ലോക സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നത്. നിഷിദ്ധോ, നിറയെ തത്തകളുള്ള മരം, പ്രാപ്പെട, ആർക്കറിയാം എന്നിവർ, കള്ളനോട്ടം എന്നീ മലയാള ചിത്രങ്ങളുടെ പ്രദർശനവും ഇന്നുണ്ടാകും. ജപ്പാനിലെ കർഷകരുടെ കഥ പറയുന്ന യുഗെറ്റ്സു, ഡച്ച് കപ്പൽ നാവികനായ നായകന്റെ ജീവിതത്തിലേക്ക് പന്തയത്തിലൂടെ കടന്നുവരുന്ന പെൺകുട്ടിയുടെ കഥ പറയുന്ന ദി സ്റ്റോറി ഓഫ് മൈ വൈഫ്, 5 വയസ്സുള്ള മകളുടെ മരണത്തിന് ശേഷം ഒറ്റപ്പെട്ടു പോകുന്ന മാതാവിന്റെ ജീവിതം പ്രമേയമാക്കിയ ചൈനീസ് ചിത്രം എ ചാറ്റ് എന്നിവയും ഇന്ന് പ്രദർശിപ്പിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. അതിജീവന വേദിയുടെ അടയാളപ്പെടുത്തലാണ് ഇത്തവണത്തെ രാജ്യാന്തര ചലച്ചിത്രമേള. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ഒത്തുചേരലുകൾ നിറയുന്ന വേദി. സൗഹൃദത്തിന്റെ നല്ല നാളുകൾ തിരികെ ലഭിച്ചതിന്റെ ആഹ്ലാദമുണ്ട് ഓരോരുത്തരുടെയും മുഖത്ത്. സൗഹൃദ വലയങ്ങളും കോവിഡ് മനുഷ്യർക്കിടയിൽ തീർത്ത അകലങ്ങളില്ലാത്ത സൗഹൃദം. നമ്മുടെ കേരളം ഇപ്പോൾ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാ തലത്തിലും കോവിഡ് ആയിക്കോട്ടെ എല്ലാ തലത്തിലും അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ IFFK വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. കുറേ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഇത് നല്ലൊരു തുടക്കമാവട്ടെ. 2 വർഷം നമുക്ക് നഷ്ടപ്പെട്ട ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് ഭയങ്കര ഈ 100% ഓക്യുപ്പൻസിൽ കാണുന്ന സിനിമകളും ആ ക്യൂവും റിസർവേഷൻ നിന്ന് കാണുന്നതൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് IFFK വരുന്നത്. നല്ല എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ വളരെ വൈബായിട്ടുള്ള ഫ്രണ്ട്സുകളും കിട്ടി. നീണ്ട ഇടവേളയിൽ മുറിഞ്ഞുപോയ പഴയ സൗഹൃദങ്ങളെ പുതുക്കിയും പുതിയ സൗഹൃദങ്ങൾക്ക് തുടക്കം കുറിച്ചുമാണ് ഈ മേളക്കാലം കടന്നു പോകുന്നത്. ഈ അതിജീവനത്തിന് നീണ്ട പോരാട്ടത്തിന്റെ കഥ പറയാനുണ്ട്. ഒപ്പം പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കും ഈ മേളയുടെ പ്രത്യേകതകളിൽ നിറയുന്നു. ടാഗോർ തിയേറ്ററിൽ നിന്ന് സന്തോഷ് മണക്കാടിനൊപ്പം SS ശരൺ, ന്യൂസ് 18. കശ്മീരിലെ തുളിപ്പ ഉദ്യാനത്തിലേക്ക് സഞ്ചാരി പ്രവാഹം. ആളൊഴിഞ്ഞ 2 കോവിഡ് വർഷങ്ങൾക്ക് ശേഷം 100 കണക്കിന് സഞ്ചാരികളാണ് പ്രശസ്തമായ പുഷ്പോദ്യാനത്തിലേക്ക് എത്തുന്നത്. സബർവാൻ മലനിരകൾ വീണ്ടും ക്ഷണിക്കുകയാണ്. പുഷ്പപാതകങ്ങളുടെയും പുഷ്പകിരീടങ്ങളുടെയും ഉദ്യാനത്തിന്റെ കവാടങ്ങൾ തുറന്നു കഴിഞ്ഞു.
ആദ്യ ദിനം തന്നെ 100 കണക്കിന് സഞ്ചാരികളാണ് കടന്നുവരുന്നത്. മഞ്ഞയും മജന്തയും വയലറ്റും പിങ്കും പിന്നെ ചെമ്പനീർ ചുവപ്പ്, അത്യപൂർവമായ നിറങ്ങൾ അണിഞ്ഞു നിൽക്കുകയാണ് കശ്മീർ. രാജ്യത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സെൽഫി സ്പോട്ട് ഏതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇത്. Kashmir ke almonds are known all over the world and the blossoms are absolutely beautiful. They need to be celebrated. हम एक स्प्रिंग फेस्टिवल की शुरुआत वहाँ से कर रहे हैं और उसके बाद जैसा आप जानते हैं that we have one of the most beautiful tulip gardens in the world. ഇനി എന്നും സുഫി സംഗീതം നിറഞ്ഞു നിൽക്കുന്ന സന്ധ്യകളാണ്. 68 വകഭേദങ്ങളിലായി 15 ലക്ഷം തൈകളാണ് ഇത്തവണത്തെ ഉത്സവത്തിനായി നട്ടുവളർത്തിയത്. പോർഷ്യ പൂക്കൾ എന്നുകൂടി അറിയപ്പെടുന്ന ടുലിപ്പിന്റെ തൈകൾ ഏറെയും ഇറക്കുമതി ചെയ്തതാണ്. ഹോളണ്ടാണ് പ്രധാന ഉറവിടം. 180 ഉദ്യാനപാലകരാണ് ഇവിടെ അഹോരാത്രം യത്നിച്ചത്. നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ വർഷം 2.25 ലക്ഷം സന്ദർശകരാണ് ഇവിടെ എത്തിയത്. ന്യൂസ് 18 കശ്മീർ. ആനയെ എങ്ങനെ കുളിപ്പിക്കാം? ആനക്കുളിയുടെ പതിവ് ദൃശ്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക. എന്നാൽ ഈ ദൃശ്യങ്ങൾ കണ്ടു നോക്കൂ. പട്ടാമ്പി നേർച്ചയ്ക്ക് എഴുന്നള്ളിക്കാൻ എത്തിച്ച മീനാട് കേശുവിന്റെ കുളി സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. അനൂപ് മേനോൻ മുഖ്യവേഷത്തിലെത്തിയ ചിത്രമാണ് 21 ഗ്രാംസ്. ചിത്രത്തിന്റെ വിശേഷങ്ങളും പുതിയ കാലത്തെ സിനിമകളുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ന്യൂസ് 18 പ്രതിനിധി എസ് വിനേഷ് കുമാറുമായി അനൂപ് പങ്കുവെക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കൂടെ പ്രമുഖ നടൻ അനൂപ് മേനോനാണ്. നടൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നടൻ മാത്രമല്ല, നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. മികച്ച സംവിധായകൻ കൂടിയാണ് അദ്ദേഹം. ഒരുപാട് നല്ല പാട്ടുകൾ ഇന്നും മലയാളി മൂളിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ എഴുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഗുഡ് മോർണിംഗിൽ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. കോവിഡ് കഴിഞ്ഞിട്ട് സിനിമ തിയേറ്ററുകളൊക്കെ സജീവമാകുന്നൊരു കാലമാണ്. തിയേറ്ററുകൾ പൂരപ്പറമ്പാവുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അത്തരത്തിലുള്ള സിനിമകളും വരുന്നു. മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ 21 ഗ്രാംസ് എന്ന ചിത്രം റിലീസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് തിയേറ്ററുകളിൽ നിന്നുള്ള റിസൾട്ട്? അത് തിയേറ്ററിൻ്റെ റിസൾട്ട് മാത്രമല്ല, 21 ഗ്രാംസ് ഇറങ്ങി 3 ദിവസം ആയപ്പോഴേക്കും നമ്മൾ വളരെ കുറച്ച് തിയേറ്റേഴ്സിലാണ് ആദ്യം റിലീസ് ചെയ്തത്. ഏകദേശം 60ഓളം ഷോസ് തേർഡ് ഡേ ആയപ്പോൾ ഈ സിനിമയ്ക്ക് കൂടുകയാണ് ചെയ്തത്. സോ റിസപ്ഷൻ ഇസ് വെരി ഗുഡ്. അത് ഒരു പരസ്യവാചകവും അല്ലെങ്കിൽ ഒരു പരസ്യവും ഒരു ഹോർഡിങ്ങോ അങ്ങനെ വമ്പൻ പരിപാടികളൊന്നും ഇല്ലാതെ തന്നെ ഈ സിനിമ ഓഡിയൻസ് അത് അവരേറ്റെടുത്തു. അവരായി അതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. പുതിയ സംവിധായകൻ, പുതിയ നിർമ്മാതാവ്, പുതിയ സംവിധായകൻ, പുതിയ തിരക്കഥാകൃത്ത്, എല്ലാവരും പുതിയത്. ഞാൻ മാത്രമേ ഉള്ളൂ പഴയത്. എങ്ങനെ എക്സ്പീരിയൻസ് അവരുടെ കൂടെ ഉള്ളത്? ഓഫ്കോഴ്സ് ഞാൻ കൂടുതൽ അഭിനയിച്ചിട്ടുള്ള പുതുമുഖ സംവിധായകരൊപ്പമാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. സോ എല്ലാം നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് അങ്ങനെ മോശം എക്സ്പീരിയൻസ് സിനിമയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ബിപിൻ ഓഫ്കോഴ്സ് ഇതൊരു വലിയ ഹിറ്റാവുന്നിടത്ത് അതാണല്ലോ എല്ലാം. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഓഡിയൻസ് ഇത് ഇത്രയും അധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളിടത്താണ് നമ്മൾ ഇതിന്റെ ഈ ഇത്രയും വലിയൊരു യാത്ര സാർത്ഥകമാവുന്നത് ആ ഒരു മൊമെന്റിൽ മാത്രമാണ്. സോ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളുള്ള എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും അൺപ്രസിഡന്റ് ആയിട്ടുള്ള ഒരു റിസപ്ഷൻ ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഈ OTTയുടെ ഒരു കാലം കൂടിയാണിത്. അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെ മലയാളികൾ കൂടുതൽ ഉപയോഗിച്ചതാണ് ഈ കോവിഡ് കാലത്ത്. തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരുന്നതാണോ? തിയേറ്റർ റിലീസിന് കാത്തിരുന്നതാണ്. കാരണം വെച്ചാൽ ഇതിന്റെ പ്രൊഡ്യൂസർ വളരെ നിർബന്ധപൂർവ്വം പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്.
ഇപ്പം തിയേറ്ററിൽ ഇന്ന് ക്ലൈമാക്സ് കഴിയുമ്പോൾ കയ്യടി ഉയരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതൊരു തിയേറ്ററായതുകൊണ്ടാണ്. കാരണം ഇത്രയും അധികം ആളുകൾ അത് ഗസ് ചെയ്യും, ആരാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്നുള്ളത് ഗസ് ചെയ്ത് വരുമ്പോൾ അവസാനം ഇവർക്ക് കിട്ടുന്ന ഞെട്ടലാണ് കയ്യടിയെ മാറുന്നത്. അത് നമുക്കൊരു 4 പേര് ഒരു കുടുംബത്തിനകത്തിരുന്ന് കണ്ടാൽ അത് കിട്ടില്ല. അപ്പോൾ അത് ഒരു സെക്കൻഡ് വ്യൂവിങ്ങിലോ അല്ലെങ്കിൽ അതൊരു കാലങ്ങൾക്ക് ശേഷമുള്ള വ്യൂവിങ്ങിലോ അത് ഓക്കെയാണ്. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്? ഈ 21 ഗ്രാംസ് ഒരു ക്രൈം ത്രില്ലർ അല്ലേ? അത് അങ്ങനെ സ്വഭാവമുള്ള സിനിമയല്ലേ? അതെ അല്ല, സംഭവിക്കുന്നൊന്നുമില്ല. അയാൾ എൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞു, ഞാനത് വായിച്ചു. ആ ക്ലൈമാക്സ് വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് വാസ് ലൈക്ക് ത്രിൽ. ആ ഒരു ക്ലൈമാക്സ് എത്തിയപ്പോൾ ഒരു ഗൂസ് ബംസ് സിറ്റുവേഷനാണ്. അപ്പം അന്ന് എനിക്ക് കിട്ടിയ ത്രില്ലാണ് ഇന്ന് ആയിരക്കണക്കിന് പ്രേക്ഷകർക്ക് കിട്ടുന്നത്. സോ അത് തന്നെയാണ് കാരണം. ഇപ്പോൾ ബ്യൂട്ടിഫുൾ, ട്രിവാൻഡ്രം ലോഡ്ജ്, ഡേവിഡ് ആൻഡ് ഗോലിയത്ത്, ഇങ്ങനെ കുറേ സിനിമകൾ വരുന്നു. എൻ്റെ മെഴുതിരി അത്താഴങ്ങൾ, ഇതിലെല്ലാം തന്നെ ഒരു അനൂപ് മേനോന്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രങ്ങളായിരുന്നു. ഇത് പൂർണ്ണമായും ഇത് സംവിധായകനും തിരക്കഥാകൃത്തിനും വിട്ടുകൊടുത്തുകൊണ്ടാണോ അതോ അനൂപ് മേനോന്റെ ഒരു ഇടപെടൽ? 100% അതിന്റെ ക്രെഡിറ്റ് അതിന്റെ തിരക്കഥാകൃത്തായ ബിബിന്, അവൻ തന്നെയാണ് സംവിധാനം ചെയ്തത്. അവർക്ക് തന്നെയാണ്. എനിക്കിതിനകത്ത് ഒരു തരത്തിലുള്ള ഞാൻ അഭിനയിച്ചു എന്നുള്ളതല്ല, ഞാൻ ആ ക്യാരക്ടർ എനിക്ക് തന്നു എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് പൂർണ്ണമായും അതിൻ്റെ അവകാശം ബിപിൻ കൃഷ്ണയ്ക്കും അതിൻ്റെ പ്രൊഡ്യൂസറായ റനീഷിനും അതിൻ്റെ ക്യാമറ ചെയ്ത ജിത്തുവിനും തന്നെയാണ്. മലയാളത്തിൽ ഒരുപാട് ക്രൈം ത്രില്ലർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അടുത്ത കാലത്തായി അത്തരത്തിലുള്ള സ്വഭാവമുള്ള സിനിമകൾ ധാരാളം വരുന്നുമുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്താണ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ വളരെ കുറവാണ്. ഇതിനു മുമ്പ് ഇറങ്ങിയ ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്ന് പറയുന്നത് അഞ്ചാം പാതിരയാണ്, അല്ലെങ്കിൽ നോട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. അഞ്ചാം പാതിരയുണ്ട്, മെമ്മറീസ് ഉണ്ട്, അത്തരത്തിലുള്ള മെമ്മറീസ് ഒക്കെ മുന്നേ അല്ലേ, അതിന് മുമ്പ്. പക്ഷെ ഒരു നോട്ടഡ് എന്ന് പറയാവുന്നത് അഞ്ചാം പാതിരയാണ്. മെമ്മറീസ് ആയിരുന്നു അതിന് മുന്നേ ഉള്ളത്. അതെല്ലാം തന്നെ ഹിറ്റുകളുമാണ്. ഈ പറഞ്ഞ ഓഡിയൻസിന് പിന്നെ ഈ ഒരു ത്രിൽ കൊടുത്തിട്ടുള്ള ഇത്തരം സിനിമകളെല്ലാം ഹിറ്റാണ്. അത് തന്നെയാണ് നമ്മുടെയും ഒരു പ്രചോദന ഘടകം എന്ന് പറയുന്നത്. ബട്ട് ഈ ത്രില്ലർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ മറ്റ് ത്രില്ലറസിനെ പോലെയല്ല. ഇപ്പോൾ നമ്മൾ കോക്ടെയിൽ പോലത്തെ ഒരു ത്രില്ലറോ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ പോലത്തെ ഒരു പിന്നെ ട്രാഫിക് പോലത്തെ ഒരു ത്രില്ലറോ പോലെ അല്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഇത് മൊത്തം ഒരു ഓഡിയൻസ് മുഴുവനായിട്ടിരുന്ന് ഒരു ഗസ് ഗെയിമിൽ ഉൾപ്പെടുകയാണ്. അപ്പം അയാൾ വിചാരിച്ച ആൾ തന്നെ അവസാനം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്ത്രീയോ പുരുഷനോ ആരായിക്കോട്ടെ ആക്കില്ലോ, അത് വന്നു കഴിഞ്ഞാൽ അയാളുടെ രസം പോയി. തോൽക്കാൻ ഇഷ്ടപ്പെടുകയാണ് ഓഡിയൻസ്. ശരിക്കും ഞങ്ങളെ തോൽപ്പിക്കൂ എന്നാണ് പറയുന്നത്. അവൻ തോൽക്കാൻ അവിടെ നമ്മളിപ്പം CBI ഡയറക്ടർ പോലത്തെ ഒരു പടം കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാവരുതേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം അത് കൊടുക്കുമ്പോഴാണ് പടം ഹിറ്റാവുന്നത് ഇത്തരം സിനിമകൾ. ഈ അനൂപ് മേനോൻ എന്ന നടനെ പൊതുവെ ഒരു കാമുകന്റെ ഒരു കൾട്ട് ഫിഗറിലാണ് പൊതുവെ ആളുകൾ കാണുന്നത്. എല്ലാ സിനിമയിലും ആ ഒരു നായകൻ ആവുകയും പ്രണയം ആണ് അതിൽ. അങ്ങനെ ഒരു ഇതിൽ നിന്ന് മാറി ഒരു ഈ ക്രൈം ചിത്രങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിനിമയല്ല, നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിനയൻ്റെ കാട്ടുചെമ്പകത്തിലൊക്കെ വേറൊരു തരത്തിലായിരുന്നു ആദ്യകാല സിനിമകൾ. പക്ഷേ നമുക്ക് തിരക്കഥ, അനൂപ് മേനോൻ ശ്രദ്ധിക്കപ്പെട്ടത് രഞ്ജിത്തിന്റെ തിരക്കഥയിലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അനൂപ് മേനോന്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാമുകൻ എന്നുള്ള ആ ഒരു കൾട്ട് ഫിഗർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ നിന്ന് മാറിയിട്ടുള്ള സിനിമകൾ വളരെ അപൂർവമല്ലേ? ഇപ്പം ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ആയിരുന്നില്ല, പാവാട എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ആയിരുന്നില്ല. പിന്നെ ഒരുപാട് ഇത്തരം പിന്നെ ത്രില്ലേഴ്സിനിടയ്ക്ക് 10 കൽപ്പനകൾ പോലത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. ആമിയിലും ഈ പറഞ്ഞ പോലെ ആവാം, നമുക്കൊരു കാമുക ഒരു വേഷമൊക്കെ കൊടുക്കാൻ പറ്റും. വിക്രമാദിത്യനിൽ ഉള്ള റോളും അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് മാറിയുള്ള കഥാപാത്രങ്ങൾ. ഈ നടൻ എന്ന് പറയുന്നത് ശരിക്കും ഹെൽപ്ലെസ് ആയിട്ടൊരാളാണ്. അയാൾക്ക് തൻ്റെ കയ്യിൽ അതിൻ്റെ മുന്നിൽ വരുന്ന ടെക്സ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, ആ ടെക്സ്റ്റ് മാറി തന്നില്ലെങ്കിൽ ഹെൽപ്ലെസ് ആണ്. ഇപ്പം വരാൽ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ അങ്ങനെയല്ല ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. വരാൽ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഫിലിമാണ്, ഞാൻ എഴുതുന്ന പടമാണ്, കണ്ണൻ സംവിധാനം ചെയ്യുന്ന വരാനിരിക്കുന്ന പടം. ബട്ട് നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, ആ ഒരു പരിവേഷമാണ് എനിക്ക് കൂടുതലും. ഇപ്പം മെഴുതിരിയത്താഴങ്ങളാണ് അതിനെ ഭയങ്കരമായി അടിച്ചുറപ്പിച്ച ഒരു ഇത്. അതുകൊണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെ ത്രില്ലർ എല്ലാം മാറി ചെയ്യുക എന്നുള്ളതാണ്. ഈ ഏത് സംവിധായകരുടെ അല്ലെങ്കിൽ ഏത് സിനിമ ടീമിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ് കൂടുതൽ, ഇപ്പൊ രഞ്ജിത്തിനെയൊക്കെ പോലുള്ള സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതാണോ കൂടുതൽ? രണ്ട് തരത്തിലാണ്. കാരണം രഞ്ജിയേട്ടൻ്റെ അടുത്ത് അഭിനയിക്കുമ്പോൾ ഉള്ള സംബന്ധിച്ച് രഞ്ജിയേട്ടൻ, ലാൽ ജോസ്, വിനയൻ സാറ് പോലുള്ള ആൾക്കാരോട് അഭിനയിക്കുമ്പോൾ ഉള്ള സംബന്ധിച്ചാൽ അവർ ഒരുപാട് വലിയ എക്സ്പീരിയൻസിൽ നിന്നും അനുഭവത്തിൽ നിന്നും വരുന്നവരാണ്.
അവർക്ക് സിനിമയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, സിനിമയുടെ ആക്ടേഴ്സിനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ അത് ഉണ്ട്. അത് തന്നെ. പക്ഷെ പുതിയ ആൾ വെച്ച് വരുമ്പോൾ അതില്ലല്ലോ. ബട്ട് അറ്റ് ദ സെയിം ടൈം പുതുമുഖങ്ങൾ വരുമ്പോഴുള്ള സംബന്ധിച്ചാൽ അവരുടെ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ആയിരിക്കും. കാരണം അയാളുടെ ഇത്രയും കാലത്തൊരു സഞ്ചിതമായ സിനിമാ സ്നേഹം ആ സിനിമയിലേക്ക് ഇടും. അപ്പം ഒരു തരത്തിലുള്ള അവധാനതകളും അതിനകത്തുണ്ടാവില്ല. അത് രണ്ട് എക്സ്പീരിയൻസ് ആണ്. രണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ്. പാട്ടുകൾ ഇപ്പം എഴുന്നീർത്തുള്ളികൾ പോലുള്ള നല്ല മഴനീർത്തുള്ളികൾ പോലുള്ള നല്ല പാട്ടുകൾ പിറന്നിട്ടുണ്ട്. പാട്ടെഴുത്ത് പൂർണ്ണമായി ഉപേക്ഷിച്ചോ? അതോ ഇത് ഉപേക്ഷിക്കുന്നതല്ലേ, അഭിനയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അതാണ് എളുപ്പമുള്ള പരിപാടി. കുറച്ചുകൂടെ എഴുത്ത് എന്ന് പറഞ്ഞാൽ എഴുത്തിന്റെ എളുപ്പത്തിന്റെ കുറവല്ല. പലപ്പോഴും ഞാൻ എഴുതി പോകുന്നതാണ്. ഇതിപ്പോ എന്ന് വെച്ചാൽ നിർമ്മാതാവ് വന്നിട്ട് പിന്നെ പാട്ട് എഴുത്തുകാരൻ ഇല്ല, ഫ്രീ അല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര പൈസ ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇതുവരെ ഒരു പാട്ടിന് ഒരു പൈസയും ആരും തന്നിട്ടില്ല. അപ്പൊ ഞാനൊരു ഫ്രീ പാട്ടെഴുത്തുകാരനാണ്. അപ്പൊ അതുകൊണ്ടായിരിക്കാം അത്രയും. പുതിയ സിനിമകൾ പത്മ പോലുള്ള സിനിമകൾ വരാനിരിക്കുന്നു. അതെ, പത്മയുണ്ട്. പത്മ സുരഭിയാണ് അതിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ പോലെ സുരഭിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന റോളാണത്. അതൊരു ഫാമിലി സിനിമയാണ്, പൂർണ്ണമായ ഒരു ഫാമിലി എന്റർടൈനറാണ് ആ സിനിമ. പലപ്പോഴും തിരക്കഥകൾ അത്ര വലിയൊരു ഉൾക്കരുത്താർന്ന തിരക്കഥകൾ പഴയ പോലെ ഉണ്ടാവുന്നില്ല. പകരം ഈ സിനിമകളുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് മികച്ചതാക്കി മാറ്റുക എന്നുള്ളൊരു തന്ത്രം ഇന്ന് മലയാള സിനിമയിൽ കൂടുതലായി ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എന്ത് തോന്നുന്നു, അങ്ങനെയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. തിരക്കഥയില്ലെങ്കിൽ ഒരു നല്ല സിനിമ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ലൊരു കഥയും തിരക്കഥയില്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഏത് സിനിമയാണ്? ഒരു സിനിമ പറയാമോ? ഇത്തരത്തിലുള്ള കുറെ ഈ ഒരൊറ്റ പിന്നെ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഉത്സവപ്പറമ്പിൽ സംഭവിക്കുന്നത്, അങ്ങനെയൊക്കെ ഉറപ്പായിട്ടും അത് അങ്ങനത്തെ സിനിമകൾ എന്ന് പറയുന്നത് അത് കാലത്തെ അതിജീവിക്കുന്നുണ്ടോ? ആ സമയത്തുള്ള ലിജോ പെല്ലിശ്ശേരിയുടെ ഒക്കെ സിനിമകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു തിരക്കഥകളുടെ ആവശ്യം പോലും ഇല്ലാതെ ഷൂട്ട് ചെയ്ത സിനിമകളുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാലം മലയാള സിനിമ എനിക്കറിയില്ല. അതിനെ കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞാൻ കണ്ട സിനിമകളും ഞാൻ അറിയുന്ന സിനിമകൾ, വേൾഡ് ക്ലാസിക്സ് എല്ലാം തന്നെ അതിന്റെ ബ്ലൂ പ്രിന്റ് തിരക്കഥ തന്നെയാണ്. അത് ഈ പറയുന്ന പോലെ ഒരു ലോങ് ലൈഫ് ഉള്ള സിനിമകൾ എല്ലാം തന്നെ ശക്തമായ തിരക്കഥകളുള്ള സിനിമകളാണ്. റൈറ്റ് ഫ്രം ഗോഡ് ഫാദർ ടു ഷോഷാങ്ക് റിഡംഷൻ, അല്ലെങ്കിൽ ഒരു കണ്ടമാനം നമ്മുടെ ഈ വാർ ഫിലിംസ് പോലും, ഇപ്പൊ സേവിങ് പ്രൈവറ്റ് റയൻ എന്ന് പറഞ്ഞ പടം പോലും അതിന്റെ തിരക്കഥ ശക്തമാണ്. ഇപ്പൊ ഒരു വാറാണ് മറ്റേ ഇത് കാണിക്കുന്ന പറഞ്ഞാലും അതിന്റെ ഇമോഷണൽ സാധനം, ആ ഗ്രാഫ് വരച്ചിടുന്ന ആദ്യം തിരക്കഥ തന്നെയാണ്. അതുകൊണ്ടാണ് അത് കാലം അതിജീവിച്ച് നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ പാട്ടുകൾ സിനിമയിൽ നിന്ന് കുറഞ്ഞു വരുന്നു, നല്ല പാട്ടുകൾ ഇല്ലാതാവുന്നു എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. പഴയ പാട്ടുകളിലേക്ക് ആളുകൾ അതെല്ലാ കാലത്തും ഇപ്പൊ ഞങ്ങളുടെ ഒരു തുടക്കം ഒക്കെ ഉള്ള സമയത്ത് ഇപ്പൊ രവീന്ദ്ര മാഷ് വന്ന സമയത്ത് ദേവരാജൻ മാഷിന്റെ പാട്ടുകൾ മറന്നു തുടങ്ങുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ? നമ്മള് പാരിജാതം തിരുമൊഴി തുറന്നു എന്ന് പറയുന്ന ഒരു പാട്ട് കാലാതിവർത്തിയായ ഒരു പാട്ടാണ്. പക്ഷേ രവീന്ദ്ര മാഷിന്റെയും ശ്യാമിന്റെയും അല്ലെങ്കിൽ അത്തരം സംഗീത സംവിധായകരുടെ ഔസേപ്പച്ചൻ അവരൊക്കെ വന്ന സമയത്ത് ആ മറ്റേ ഒരു ഗാനശാഖ അല്ലെങ്കിൽ ആ ഒരു ഗാനസഞ്ചയം എന്ന് പറയുന്നത് വിസ്മൃതിയിൽ ആണ്ടുപോവുകയല്ല ചെയ്യുന്നത്. അത് അവിടെ ഒരു ക്ലാസിക് ആയിട്ടിരിക്കുകയും പുതിയ സാധനങ്ങൾ വരികയും ചെയ്യുകയാണ്. അപ്പൊ ഇന്നുള്ള ഇപ്പം ഈ പറയുന്ന നമ്മുടെ സുഷിനായാലും അല്ലെങ്കിൽ ദീപക് ആയാലും ഗോപി സുന്ദർ ആയാലും അവരൊക്കെ പുതിയ പുതിയ പാട്ടുകൾ, അവരിലൊക്കെ ക്ലാസിക് പാട്ടുകളുമുണ്ട്. അതെല്ലാ കാലത്തും സംഭവിക്കും. അത് അഭിരുചിക്കനുസരിച്ച് മാറുന്നതാണ്. ഒന്നും നല്ലതാണെന്നും ഒന്നും ചീത്തയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇപ്പോൾ വരാനിരിക്കുന്ന സിനിമകളിൽ കുറച്ച് കലാമൂല്യം കൂടുതലുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തിയ സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ? ഇപ്പോ പത്മ പോലുള്ള സിനിമകൾ കലാമൂല്യം എല്ലാം കല തന്നെയാണ്. അതിനകത്ത് കലാമൂല്യം കൂടുതൽ കുറവ് എന്നുള്ളത് സാധാരണ ഒരു ഫാൻസിന്റെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ അതിനും കലയുണ്ടല്ലോ. അത് ആർട്ടാണ്, കലയില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള സിനിമകൾ വരുന്നു. വളരെ പാടാണ്. ഫാൻസിനെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനതയെ ഇഷ്ടപ്പെടുത്തുന്ന സിനിമകൾ ഉണ്ടാക്കാൻ പാടാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. ഒരു 6 നമ്പരൻ പോലത്തെ ഒരു സിനിമ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. അത് മോശം കല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഈ ആർട്ട് കൊമേഴ്സ്യൽ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിവേചനം മലയാള സിനിമയിൽ നിന്ന് മാറി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
അല്ലെങ്കിൽ അവാർഡ് ചിത്രങ്ങൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുകയും പ്രേക്ഷകർ പൊതുവെ കുറയുകയും ചെയ്യുന്ന ചിത്രങ്ങളായിരുന്നു അത്തരത്തിലുള്ള സിനിമകൾ ഒരു കാലത്ത്. അതെല്ലാ കാലത്തും നമ്മളിപ്പോ ഞാൻ പറയാം, നമ്മളിപ്പോ വായനയുടെ ഇത് പറഞ്ഞില്ലേ, ഈ ആ സമയത്തുള്ള അത്തരം ചിത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ വായന ആ സമയത്ത് ഒ വി വിജയൻ അല്ലേ, ബഷീർ, VKN, പിന്നെ അത് കഴിഞ്ഞ് മേതിലൊക്കെ വന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത് വായനയും മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ആരാണ് ഒരു മലയാളം നോവൽ വായിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ അല്ലേ? അപ്പം അത് മാറും, അതെല്ലാ കാലത്തും അത് മാറും. ഇപ്പം മലയാളം നോവലിൽ നിന്ന് ഇപ്പോഴത്തെ കുട്ടികൾ വാങ്ങിക്കുന്നത് കൂടുതലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെ ഏറ്റവും അധികം വിറ്റുപോകുന്നത് ഒരു ജോൺ ഗ്രിഷമിൻ്റെ ഇതായിരിക്കും. അതിൻ്റെ പാതിയുടെ പാതിയോ അല്ലെങ്കിൽ ഒരു 1/100ോ ചിലപ്പോൾ ഒരു ഓർഹൻ പാമുക്കിനെ വായിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഇഷിഗുരുവിനെ വായിക്കുന്നുണ്ടാവില്ല അല്ലേ? അപ്പം ദാറ്റ് ഹാപ്പൻസ്, അതെല്ലാ കാലത്തും ഉള്ളതാണ്. 21 ഗ്രാംസിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു തിരക്കഥയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു പൊതുവെ പരിശോധിച്ച സമയത്ത്? ഒരു സിനിമ അല്ല, എനിക്ക് എന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് അത് വെൽ നിറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു. മാത്രമല്ല അതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ലൈക്ക് ബോംബാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് ആ സിനിമ വായിച്ചപ്പോഴുണ്ടായ തിരക്കഥ വായിച്ചപ്പോഴുണ്ടായ ഷോക്കാണ്, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായ ഗൂസ് ബംസ് ആണ് ഇന്ന് തിയേറ്ററിൽ ഓഡിയൻസിന് കിട്ടുന്നത്. അപ്പം അന്ന് എനിക്കത് കിട്ടി, അത് അവർക്ക് കിട്ടും. കാരണം ഞാൻ സാധാരണ പ്രേക്ഷകനാണ്, എനിക്ക് വളരെ നോർമലായിട്ട് ബാലുശ്ശേരി സന്ധ്യ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടു തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പം എനിക്ക് ആ ആളാണ് ഞാൻ ഇന്നും ആസ് എ ഓഡിയൻ. അപ്പം എനിക്കത് കിട്ടിയത് അവർക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സോ ഹാപ്പി. എന്തായാലും ഈ ആളുകളുടെ പ്രതികരണം, ഫീഡ്ബാക്ക് എങ്ങനെയാണ് പൊതുവെ ഇപ്പോൾ? എക്സലന്റ്. അവരാണ് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ്. ഞാൻ പറഞ്ഞ ഞാനൊന്നും, ഞങ്ങളെ നിർമ്മാതാവോ അല്ലെങ്കിൽ ഞങ്ങളൊന്നും തന്നെ വലിയ പരസ്യ പരിപാടികളൊന്നും, അതിന് പോസ്റ്റേഴ്സ് പോലും കുറവായിരുന്നു ഈ സിനിമയ്ക്ക്. അവരുടെ ചുവരുകളാണ്, അവരുടെ ഫേസ്ബുക്ക് ചുവരുകളും ഇൻസ്റ്റാ ഹാൻഡിലുകളുമാണ് ഈ സിനിമയുടെ പരസ്യപ്പലകളായി മാറിയത്. അവരുടെ വാക്കുകളും മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഈ സിനിമയുടെ വിജയം. ഈ തിയേറ്റർ റിലീസ് കൂടാതെ അതിനൊപ്പം തന്നെ, അല്ലെങ്കിൽ തിയേറ്ററിന് ഏറെക്കുറെ സിനിമകൾ മാറുന്ന ഒരു സമയത്ത് OTT റിലീസിലേക്ക് മാറുന്നുണ്ട്. ഇപ്പൊ പല സിനിമകളും അങ്ങനെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ ഈ സിനിമ? തിയേറ്റർ റിലീസ് മാറിയിട്ട് OTTയിലേക്ക് പോകും. തിയേറ്ററിൽ നിന്ന് സിനിമകൾ കുറഞ്ഞു, അല്ലെങ്കിൽ പ്രേക്ഷകർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് OTT റിലീസ് ചെയ്യുന്നു. അങ്ങനെ ചിന്തയുണ്ടായിരുന്നില്ല, അത് നേരെ തിയേറ്ററിൽ തന്നെയല്ലേ വന്നത്. തിയേറ്ററിൽ നന്നായിട്ട് പോകുന്നുള്ളതുകൊണ്ട് പിന്നെ OTTയും സാറ്റലൈറ്റും പിന്നെയാണ് വരുന്നത്. നമ്മുടെ ഈ റിസപ്ഷൻ കഴിഞ്ഞിട്ടാണ് അതിലേക്ക് വരുന്നത്. ആ റവന്യൂ ചാനൽസ് ഒക്കെ നമ്മൾ ഇനിയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്തായാലും നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട് സിനിമയ്ക്ക്, വളരെ നല്ല അഭിപ്രായം. എന്തായാലും ഇനിയും കൂടുതൽ നല്ല ചിത്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ 21 ഗ്രാംസ് നല്ല മികച്ച വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഇടവേള.